കെ എം മൗലവിയാണ് കൊണ്ടുവന്നത്. അറിയാലോ കെ എം മൗലവിയെ? അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കുന്ന പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കെ എം മൗലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ. ഒന്നിക്കണം, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല. സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത്. അതൊക്കെ പുറത്തുകൊണ്ട് നമുക്കെന്താക്കണം, മുന്നോട്ട് പോകണം. ബിദ്അഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം. 1940-കളിലുണ്ടായ വേറൊരു ജന്തുവാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാം, ഫിത്നയാണ്, എല്ലായിടത്തും ഫിത്നയാണ്. അവരേതായാലും ഇല്ല, നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് ഒരു പ്രവർത്തനം. അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട്, ഒരു പത്രമുണ്ട്. അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ. ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനതൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം. എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. വയതസ്മു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്നാണ് ഖുർആന്റെ കൽപ്പന. എല്ലാവരും ഒന്നിച്ച് പിടിക്കണം. നമുക്ക് ഒന്നിച്ച് പിടിക്കാം ഇൻഷാ അല്ലാഹ്. അതാണ്. പിന്നെ ഇവിടെയുള്ള വിഷയം പറഞ്ഞാൽ വേറെ രണ്ട് വിഷയം വഖഫാണ്. വഖഫ് ഇന്ന് ഇന്ത്യൻ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ്. സുപ്രീം കോടതിയും പാർലമെൻറ്റും നമ്മൾ അസംബ്ലികളും നാട്ടിൽ രാഷ്ട്രീയക്കാർ